ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോപ്പറേറ്റീവ് വിന്നർ. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലെ 25ാമത്തെ വീഡിയോ ആണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർട്ട് 1 to 24 വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതുവരെയും ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് അതൊക്കെ എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 അമെൻമെൻറ്റ്സ്, പ്രോഹിബിറ്റഡ് ആൻഡ് പെർമിറ്റഡ് ബിസിനസ് ഏരിയാസ്, ഇത്രയും ഭാഗമാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിലബസിലെ ബാങ്കിങ് ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ എന്നുള്ള ഏരിയയിലെ ഒരു പാർട്ടാണെന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതിൻ്റെ അമെൻമെൻറ്റ്സ്, ദെൻ പെർമിറ്റഡ് ബിസിനസ് ഏരിയ, പ്രോഹിബിറ്റഡ് ബിസിനസ് ഏരിയ, വൈൻഡിങ് അപ്പ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, അമാൽഗമേഷൻ ഓഫ് ബാങ്കിങ് കമ്പനീസ്, അതുപോലെ തന്നെ റിസർവ് ഫണ്ട്, ഡിവിഡൻഡ്, ദെൻ റൈറ്റ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ വോട്ടിംഗ്, അങ്ങനെയുള്ള കുറച്ച് ഏരിയാസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമെൻമെൻറ്റും പ്രോഹിബിറ്റഡ് ആൻഡ് പെർമിറ്റഡ് ഏരിയാസ് ഓഫ് ബിസിനസ്സുമാണ് ബാങ്കിങ് കമ്പനീസിൻ്റെ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ തുടർന്ന് ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 എന്നുള്ള ഏരിയ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ് ബാങ്കിങ്, അതുപോലെ തന്നെ എന്താണ് ബാങ്കിങ് കമ്പനീസ് എന്നുള്ളൊരു ജസ്റ്റ് ഡെഫിനേഷൻ, സിലബസിൽ ഡെഫിനേഷൻ പറഞ്ഞിരുന്നു. അപ്പോൾ ജസ്റ്റ് ഡെഫിനേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ അത് വായിച്ച് നോക്കി മനസ്സിലാക്കുക. ജസ്റ്റ് ഒന്നുമില്ല, ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലോൺസ് ലെൻഡ് ചെയ്യുക, ആ ബിസിനസ്സിനാണ് ബാങ്കിങ് ബിസിനസ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക എന്താണ് ബാങ്കിങ്, അതുപോലെ തന്നെ എന്താണ് ബാങ്കിങ് കമ്പനി അക്കോർഡിംഗ് ടു ദാറ്റ് സെക്ഷൻസ്. ഓക്കെ, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡെഫിനേഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത്? ബാങ്കിങ് റെഗുലേഷൻ ആക്ട് നിലവിൽ വന്നത് 16th March 1949, 1949 മാർച്ച് 16-നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എൻഫോഴ്സ് ചെയ്തത്. ഓക്കെ, എനാക്ട് ചെയ്തത് 1949 മാർച്ച് 10-നാണ് എനാക്ട് ചെയ്തത്. എൻഫോഴ്സ് ചെയ്തത് 1949 മാർച്ച് 16, 1949 മാർച്ച് 16. ദെൻ 1 മാർച്ച് 1966 എന്ത് സംഭവിച്ചു? 1 മാർച്ച് 1966-നാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നുള്ള നെയിം ഈ ആക്ടിന് കൊടുത്തത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നുള്ള നെയിം ഈ ഒരു ആക്ടിന് വന്നത് 1966 മാർച്ച് 1-ന്. ഓക്കെ, ദെൻ 1956-ലാണ് ജമ്മു കാശ്മീരിൽ ഈ ഒരു ലോ അപ്ലിക്കബിൾ ആയത്. 1956-ലാണ്. നെക്സ്റ്റ്, ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ലെജിസ്ലേഷൻ ഇൻ ഇന്ത്യ ദാറ്റ് റെഗുലേറ്റ് ഓൾ ബാങ്കിങ് ഫേംസ് ഇൻ ഇന്ത്യ. എല്ലാ ബാങ്കിങ് ഫേംസിനെ റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു ലോ ആണ്, അല്ലെങ്കിൽ ലെജിസ്ലേഷനാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഇനീഷ്യലി ദ ലോ വാസ് അപ്ലിക്കബിൾ ഓൺലി ടു ബാങ്കിങ് കമ്പനീസ്. ഇത് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഇത് ബാങ്കിങ് കമ്പനീസിന് മാത്രമായിരുന്നു ഈ ലോ അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇന്ന് നാഷണലൈസ്ഡ് ബാങ്ക്സിനും അതുപോലെ തന്നെ നോൺ നാഷണലൈസ്ഡ് ബാങ്ക്സിനും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ബാങ്കിനും ഈ ഒരു ലോ അപ്ലിക്കബിളാണ്. ഓക്കെ, അപ്പോൾ അതാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ 1965 അമെൻമെൻറ്റ് സെക്ഷൻ 56-ലാണ് പറയുന്നത് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി. 1965-ലെ അമെൻമെൻറ്റ് പ്രകാരമാണ് ഈ ഒരു ആക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അപ്ലിക്കബിൾ ആയത്. സെക്ഷൻ 56 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യുക. കോപ്പറേറ്റീവ് സൊസൈറ്റീൻ്റെയാണ് സെക്ഷൻ 56 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, 1965-ലെ അമെൻമെൻറ്റ്. നെക്സ്റ്റാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഫോംഡ് ആൻഡ് റൺ ബൈ ദ സ്റ്റേറ്റ് ഈവൺ ഇഫ് RBI കൺട്രോൾ ലൈസൻസിങ് ആൻഡ് റെഗുലേഷൻ ഓഫ് ബിസിനസ് ഓപ്പറേഷൻ. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സ്റ്റേറ്റാണ് അല്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. എങ്കിൽ പോലും RBI ആയിരിക്കും അതിൻ്റെ ലൈസൻസിലും അതുപോലെ തന്നെ റെഗുലേഷനൊക്കെ കൺട്രോൾ ചെയ്യുക RBI ആയിരിക്കും. അതാണൊരു പോയിൻ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഫോം ചെയ്തത് മാർച്ച് 16, 1949-നാണ് നിലയിൽ വന്നത്. എനാക്ട് ചെയ്തത് മാർച്ച് 10, 1949.
ഇതിന് ഈ നെയിം ബാങ്കിങ് റെഗുലേഷൻ ആക്ടിനുള്ള നെയിം വന്നത് 1 മാർച്ച് 1966 ജമ്മു കാശ്മീരിൽ അപ്ലിക്കബിൾ ആയത് 1956 ദെൻ 1965 കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഇത് അപ്ലിക്കബിൾ ആയത് സെക്ഷൻ 56 ആണ് ഇത് ഡിനോട്ട് ചെയ്യണത്. നെക്സ്റ്റ് പറയാൻ പോകുന്നത് റീസെൻറ്റ് അമെൻമെൻറ്റ്സ് ഇൻ ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ ഈ റീസെൻ്റായിട്ട് നടന്ന അമെൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ 2017 റീസെൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ് നടന്നത്. അതിൽ പറയുന്ന RBI ഇഷ്യൂ ഡയറക്ഷൻ ടു ബാങ്ക്സ് ഫോർ റിസോൾവിങ് സ്ട്രെസ്ഡ് അസറ്റ്. അതാണ് ഫസ്റ്റ് അമെൻമെൻറ്റ് പറയുന്നത്. അതായത് എന്താ സ്ട്രെസ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ നോൺ പെർഫോമിങ് അസറ്റ്. അതായത് ബാങ്ക് ലോൺ കൊടുക്കുകയാണ്, ബോറോവേഴ്സിന് ലോൺ കൊടുക്കുമ്പോൾ അതവർ എന്ത് ചെയ്യുന്നില്ല, ബാങ്കിലേക്ക് ആ ലോണ് റീപേ ചെയ്യുന്നില്ല. അങ്ങനെ റീപേ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ നോൺ പെർഫോമിങ് അസറ്റ് അല്ലെങ്കിൽ സ്ട്രെസ്ഡ് അസറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യും, പ്രഖ്യാപിക്കും ആഫ്റ്റർ 90 ഡേയ്സ് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ എമൗണ്ടും അതിൻ്റെ റീപേയ്മെൻറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടും 90 ഡേയ്സിന് ശേഷം തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അത്തരം അസറ്റുകളെ നമ്മൾ നോൺ പെർഫോമിങ് അസറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് NPA ഉണ്ടാവാതിരിക്കാനുള്ള അല്ലെങ്കിൽ സ്ട്രെസ്ഡ് അസറ്റ് ഉണ്ടാവാതിരിക്കാനുള്ള ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ അമെൻമെൻറ്റിൽ പറയുന്നത്. RBI ഇഷ്യൂസ് ഡയറക്ഷൻസ് ടു ദ ബാങ്ക് ഫോർ റിസോൾവിങ് സ്ട്രെസ്ഡ് അസറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ് RBI അപ്പോയിൻറ്റ് ടു കമ്മിറ്റി ടു റിസോൾവ് സ്ട്രെസ്ഡ് അസറ്റ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ എന്ത് ചെയ്യും, RBI എന്ത് ചെയ്യും, ഒരു കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്യും. ഈ ഒരു പ്രോബ്ലംസിനെ കുറിച്ച് പഠിക്കാനും ഈ ഒരു പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനും വേണ്ടിയിട്ട് RBI ആയിരിക്കും എന്ത് ചെയ്യുക, കമ്മിറ്റീസിനൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് ബാങ്കിങ് റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ 2017. അതിൽ പറഞ്ഞിട്ട് 4 അമെൻമെൻറ്റുകൾ പറയുന്നുണ്ട്. ഇനീഷ്യേറ്റിംഗ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്, അതാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് സെൻട്രൽ ഗവൺമെൻറ് RBIക്ക് എന്ത് കൊടുക്കുകയാണ്, ഡയറക്ഷൻ കൊടുക്കുകയാണ്. ഇനീഷ്യേറ്റിംഗ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് അല്ലേ. ഇൻ ദ കേസ് ഒരു ബാങ്ക് ഇൻസോൾവൻ്റ് ആയാൽ എന്തൊക്കെ പ്രൊസീഡിങ്സ് എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ആ ബാങ്കിനെ ആ ഇൻസോൾവൻസിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ NPA റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഡയറക്ഷൻസ് എടുക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് സെൻട്രൽ ബാങ്ക് RBIക്ക് എന്ത് കൊടുക്കുകയാണ്, ഡയറക്ഷൻസ് കൊടുക്കുകയാണ്. അതാണ് ഇനീഷ്യേറ്റിംഗ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ് എന്നുള്ള പോയിൻ്റോട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഇഷ്യൂയിങ് ഡയറക്ഷൻ ഓൺ സ്ട്രെസ്ഡ് അസറ്റ്. RBI എല്ലാ ബാങ്ക്സും എന്ത് ചെയ്യാണ്, ഡയറക്ഷൻസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ട്രെസ്ഡ് അസറ്റ് അല്ലെങ്കിൽ NPA മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ഷൻസ് ആര് ഇഷ്യൂ ചെയ്യും, RBI ഇഷ്യൂ ചെയ്യും. നെക്സ്റ്റ് ആണ് കമ്മിറ്റി ടു അഡ്വൈസ് ബാങ്ക്സ്. RBI എന്ത് ചെയ്യും, കമ്മിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഓരോ ബാങ്കിനും പ്രോപ്പറായിട്ടുള്ള NPA അവോയ്ഡ് ചെയ്യാനുള്ള, പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രോപ്പറായിട്ടുള്ള കമ്മിറ്റീസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ട് അവർക്ക് അഡ്വൈസ് കൊടുക്കും. നെക്സ്റ്റ് ആണ് അപ്ലിക്കബിലിറ്റി ഓഫ് SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ ഒരു സ്ട്രെസ്ഡ് അസറ്റ് അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഗുഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും കൂടി കുറച്ച് പവേഴ്സ് ആര് കൊടുക്കും, RBI പ്രൊവൈഡ് ചെയ്യും. ഇത്രയാണ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് അമെൻമെൻറ്റ് ബില്ലിൻ്റെ 2017 മേജറായിട്ടുള്ള റെക്കമെൻഡേഷൻസ്. നെക്സ്റ്റ് ആണ് പെർമിറ്റഡ് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, അതുപോലെ തന്നെ പ്രോഹിബിറ്റഡ് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ്. എന്തൊക്കെയാണ് ഒരു ബാങ്കിങ് കമ്പനീസിൻ്റെ പെർമിറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നോക്കാം. അതിൽ ഫസ്റ്റാണ് ബാങ്കിങ് ഫോർ ബോറോയിങ്, റൈസിങ് മണി, ഡീലിംഗ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്സ്, റെയിൽവേ റെസിപ്റ്റ്സ്. ഇത്രയാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. പോയിന്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാങ്കിങ് ഫോർ ബോറോയിങ്സിന് വേണ്ടി, അതുപോലെ തന്നെ റൈസിങ് മണി, ഡീലിംഗ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്, റെയിൽവേ റെസിപ്റ്റ്. അതുപോലെ തന്നെ ഡീലിംഗ് ഇൻ ബോൺസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്. ബോൺസും ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ അക്വയർ ചെയ്യാനുള്ള ബിസിനസ്. ഈ ഒരു ഏരിയയിലൊക്കെ അവർക്ക് ബിസിനസ് നടത്താം. അതുപോലെ തന്നെ ആക്ടിങ് ആസ് ആൻ ഏജൻറ്റ് ഫോർ ഗവൺമെൻറ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ കോൺട്രാക്റ്റിംഗ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോൺസ് അല്ലേ. പബ്ലിക് അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്കിൻ്റെ ലോൺസിന് എന്ത് ചെയ്യുക, കോൺട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. നെക്സ്റ്റ് ആണ് ഡീലിംഗ് വിത്ത് അക്വിസിഷൻ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ് ഒക്കെ അക്വയർ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനത്തെ രീതിയിലുള്ള ബിസിനസ്സൊക്കെ ചെയ്യാം.
നെക്സ്റ്റ് ആണ് മാനേജിങ് ആൻഡ് സെല്ലിങ് എനി പ്രോപ്പർട്ടി. അതായത് ഈ ഒരു ബാങ്കിങ് കമ്പനീൻ്റെ പൊസഷനിലുള്ള ഏത് പ്രോപ്പർട്ടിയും സെല്ല് ചെയ്യാനും അതുപോലെ തന്നെ മാനേജ് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കും. അതായത് ഈ ബാങ്കിങ് കമ്പനീൻ്റെ പൊസഷനിലുള്ളത് മാത്രം. ഓക്കെ. നെക്സ്റ്റ് ആണ് അണ്ടർടേക്കിംഗ് എക്സിക്യൂട്ടിംഗ് ട്രസ്റ്റ് അല്ലേ. അത് ബാങ്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയിമാണ് അല്ലേ. എന്തെന്ന് പറയുന്നത് ട്രസ്റ്റ് അല്ലേ. ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു വിശ്വാസ്യത, ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു മെയിൻ ഏരിയയിലുള്ള ബിസിനസ്സായിരിക്കും. ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബിസിനസ്. ബാങ്ക് എന്ത് ചെയ്യാണ്, കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബാങ്ക് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനെ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും ബാങ്ക്. ആ രീതിയിലുള്ള ബിസിനസ്. നെക്സ്റ്റ് ആണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് സപ്പോർട്ട് ഓഫ് അസോസിയേഷൻ, ഫണ്ട്, ട്രസ്റ്റ്. ഫണ്ട്, അസോസിയേഷൻ, ട്രസ്റ്റ് ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇത്രയാണ് പ്രോഹിബിറ്റഡ് അല്ല പെർമിറ്റഡ് ബിസിനസ് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആയിട്ട് പറയുന്നത്. ബാങ്കിങ് ഫോർ ബോറോയിങ്സ്, റൈസിങ് മണി, ഡീലിംഗ് ഇൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രൊമിസറി നോട്ട്, റെയിൽവേ റെസിപ്റ്റ്. നെക്സ്റ്റ് ഡീലിംഗ് ഇൻ ബോൺസ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ്. നെക്സ്റ്റ് ആക്ടിങ് ആസ് ഏജൻറ്റ് ഫോർ ഗവൺമെൻറ്. നെക്സ്റ്റ് കോൺട്രാക്ടിങ് ഫോർ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ലോൺസ്. നെക്സ്റ്റ് ഡീലിംഗ് വിത്ത് അക്വിസിഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബിൽഡിംഗ്. ദെൻ മാനേജിങ് സെല്ലിംഗ് എനി പ്രോപ്പർട്ടി possession of the company. Undertaking and executing trust. Next establishment and support of association, fund, trust. Next ആണ് പ്രോഹിബിറ്റഡ് ബിസിനസ്. എന്തൊക്കെയാണ് ബാങ്കിങ് കമ്പനീസിൻ്റെ പ്രോഹിബിറ്റഡ് ബിസിനസ്? നോ ബാങ്കിങ് കമ്പനി ഷാൽ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഡീൽ ഇൻ ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഓർ ബാർട്ടറിംഗ് ഓഫ് ഗുഡ്സ് ഓർ എൻഗേജ് ഇൻ എനി കൈൻഡ് ഓഫ് ട്രേഡ് ഓർ ബൈ. ഒരു ബാങ്കിങ് കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രേഡിലല്ലേ, ബൈയിങ് ആൻഡ് സെല്ലിങ്, ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്, അതുപോലെ തന്നെ ബാർട്ടറിംഗ് എന്ന് പറഞ്ഞാൽ സാധന കൈമാറ്റ വ്യവസ്ഥയല്ലേ, അതിലൊന്നും ഒരിക്കലും എൻഗേജ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രേഡിംഗ് ബിസിനസ്, ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ്, ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു ബിസിനസ്സിലും ഒരു ബാങ്കിങ് കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇടപെടാൻ പറ്റില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ബിസിനസ്സുകളൊന്നും ഒരു ബാങ്കിങ് കമ്പനിയും ചെയ്യാൻ പറ്റില്ല, ട്രേഡ്. നെക്സ്റ്റ് ആണ് ബാങ്കിങ് കമ്പനി ഷാൾ നോട്ട് ഫോം എനി സബ്സിഡിയറി കമ്പനി. ഒരു സബ്സിഡിയറി കമ്പനി ഒരു ബാങ്കിങ് കമ്പനീസിനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, എക്സെപ്റ്റ്, അതായത് താഴെ പറയുന്ന കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബാങ്കിങ് കമ്പനിക്കും സബ്സിഡിയറി ബാങ്കിനെ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സബ്സിഡിയറി ബാങ്ക് ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു 3 കണ്ടീഷൻ പറയുന്നുണ്ട്. സബ്സെക്ഷൻ 1 സെക്ഷൻ 6. സെക്ഷൻ 6 ആൻഡ് സബ്സെക്ഷൻ 1 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പറയുന്നുണ്ട് ഈസ് പെർമിസിബിൾ, അതായത് സബ്സിഡിയറി കമ്പനീനെ അഡോപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനി ഫോം ചെയ്യുക എന്നുള്ളത് പറയുന്നുണ്ട്. സെക്ഷൻ 6 ആൻഡ് സബ്സെക്ഷൻ 1 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 പറയുന്നുണ്ട്. ഇതിനെന്ത് വേണം, വിത്ത് ദ പെർമിഷൻ ഓഫ് RBI. RBIയിൽ നിന്ന് റൈറ്റിംഗ് പെർമിഷൻ ഇതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ RBI മേ വിത്ത് പ്രയർ അപ്രൂവൽ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. RBIക്ക് എന്ത് വേണം, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അതായത് റൂറൽ ഏരിയാസിലൊക്കെ ബാങ്കിങ് ഫെസിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കൺസെൻറ്റ് കൊടുക്കും. അപ്പോൾ ഈ കേസിൽ എന്താണ്, ഒരു ബാങ്കിന് എന്ത് ചെയ്യുക, സബ്സിഡിയറി കമ്പനീസ് ഫോം ചെയ്യാം. RBI സെൻട്രൽ ഗവൺമെൻറ് കൺസെൻറ്റ് ഉണ്ടെങ്കിൽ RBI റിട്ടേൺ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ സെക്ഷൻ 6 ആൻഡ് സബ്സെക്ഷൻ 1 ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡീൽസ് ഇത് പെർമിസിബിളാണെന്ന് പറയുന്നുണ്ട്. ഇത്രയും കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള വീഡിയോസും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക് യു.